നമ്മൾ തന്നെ പല സമയത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പ്രകൃതി പടങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ഇൻഡസ്ട്രി ചെയ്യുന്ന സിനിമകൾ ചെയ്യാൻ നമുക്ക് മടിയുണ്ട്. അതായത് ഈ ആക്ഷൻ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകൾ ചെയ്യാൻ മടിയുണ്ടെന്ന് പറഞ്ഞിരിക്കുകയും കൃത്യമായ ഒരു ഇക്വേഷനിൽ ഒരു ഗംഭീര പെർഫോമൻസിൽ എനിക്ക് ഫഹദിനോട് അസൂയ തോന്നിപ്പോയ കാര്യം. അത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം വേണം. അത്രയും ലൗഡായിട്ട് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ ഒരു ധൈര്യം വേണം. അത് എനിക്ക് ഭയങ്കര ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ ഭ്രമയുഗം ഞാൻ ചെയ്യേണ്ട ഒരു പടമായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തതിന് എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മമ്മൂക്കാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സിനിമ മിസ്സായതിനേക്കാളും അതിനകത്തൊരു ലാസ്റ്റ് ഷോട്ട് ഉണ്ട്. അർജുൻ വെള്ളത്തിൽ നോക്കി മുഖം കഴുകുമ്പോൾ ഈ വെള്ളത്തിലെ റിഫ്ലക്ഷൻ, ഈ പോറ്റിയുടെ റിഫ്ലക്ഷൻ കാണുന്ന ഒരു ഷോട്ടുണ്ട്. അത് എന്റെ അടുത്ത് പറയുമ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഷോട്ടായിരുന്നു. അപ്പൊ അത് മിസ്സായതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പം മഞ്ഞുമലായാലും മഞ്ഞുമലിന്റെ ആദ്യത്തെ ഡിസ്കഷൻ മുതൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നതാണ്. എഗെയിൻ പ്രേമലു, റോം കോം അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വളരെ കുറവായിട്ടുള്ളതാണ്. ആ ഒരു ജനറേഷനിൽ വന്ന് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റോം കോം ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ഒരുമാതിരി എല്ലാ സിനിമകളും തന്നെ. ഈ അടുത്താണ് ഞാൻ വാഴ കണ്ടത്. എനിക്ക് തിയേറ്ററിൽ മിസ്സായതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതി അടുത്തൊരു ജനറേഷൻ കൂടിയാണ്. അതെ, ശരിക്കും അതിലെ ഹ്യൂമറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പം ശരിക്കും ഭയങ്കര അഭിമാനം തോന്നിയൊരു വർഷമായിരുന്നു.